നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരസഭാ കൗൺസിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. BJP LDF കൗൺസിലർമാർ തമ്മിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. N ശിവരാജൻ ഉൾപ്പെടെയുള്ള BJP കൗൺസിലർമാരും LDF കൗൺസിലർമാരും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗമാണ് കയ്യാങ്കളിയിൽ സമാപിച്ചത്. KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണു, യുവതിക്ക് ദാരുണാന്ത്യം. KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ് യുവതിക്ക് ദാരുണാന്ത്യം. ഇടുക്കി ഏലപ്പാറയിലാണ് സംഭവം. ഉപ്പുതറ ചീന്തലാർ സ്വദേശിനി സ്വർണ്ണമ്മയാണ് മരിച്ചത്. ബസിന്റെ വാതിലിന് സമീപത്ത് നിന്നിരുന്ന യുവതി പുറത്തേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ സ്വർണ്ണമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ KSRTC ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് സ്വകാര്യ ലോഡ്ജിൽ യുവതി മരിച്ച നിലയിൽ, ഒപ്പമുണ്ടായിരുന്ന ആളെ കാണാനില്ല. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെട്ടത്തൂർ സ്വദേശി ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ സ്വദേശിയായ യുവാവിനൊപ്പമാണ് ഫസീല മുറിയെടുത്തത്. ലോഡ്ജ് ബില്ല് അടയ്ക്കാൻ പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി യുവാവ് പുറത്തുപോയിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ തിരികെ വന്നില്ല. ഇന്നാണ് മുറിയിൽ ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സ്ഥലത്ത് ബലപ്രയോഗം നടന്നതായി സൂചനകളില്ലെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹത്തിൽ പുറത്ത് പരിക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് വിവരം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് നടക്കാവ് പോലീസ് കേസെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല. CBI അന്വേഷണം തേടി നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ. ADM നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തു. മരണം കൊലപാതകമാണോ എന്ന സംശയമുള്ളതായും കുടുംബം കോടതിയെ അറിയിച്ചു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. CPM നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അതിനിടെ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കണമെന്ന് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജിയിൽ അടുത്ത മാസം 3-ന് വിധി പറയും. പനി ബാധിച്ച് +2 വിദ്യാർത്ഥി മരിച്ചത് ദുരൂഹത. 5 മാസം ഗർഭിണിയായിരുന്നുവെന്ന് റിപ്പോർട്ട്. പത്തനംതിട്ട ജില്ലയിൽ പനി ബാധിച്ച +2 വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ദുരൂഹത. മരണത്തിന് പിന്നാലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വിദ്യാർത്ഥിനി ഗർഭിണിയായിരുന്നുവെന്ന് കണ്ടെത്തി. 17-കാരിയായ പെൺകുട്ടി 5 മാസം ഗർഭിണിയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരിച്ചത്. ഈ മാസം 22-നാണ് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പെൺകുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പെൺകുട്ടി അമിതമായി മരുന്ന് കഴിച്ചതായാണ് സംശയം.